ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിരഞ്ജനയും പൊന്നുകുട്ടിയും അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് നിരഞ്ജന അങ്ങ് പോയി കേട്ടോ. പൊന്നുകുട്ടി അവിടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക, അമ്മയെ പറ്റി ആലോചിച്ച്. അപ്പോൾ അഭിയേട്ടാ, ദേ ഇപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ധൈര്യം വന്നിട്ടുണ്ടെന്ന് ജാനകി അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അഭിയോട് പറയുവാണ്. എൻ്റെ ഈ ഒരു യാത്ര എൻ്റെ അമ്മയ്ക്കരികിലേക്ക് തന്നെയാണെന്ന് എൻ്റെ മനസ്സ് പറയുകയാണെന്ന് പറയുമ്പോൾ നിൻ്റെ ഈ ആത്മവിശ്വാസമാണ് എന്നെ ഭയപ്പെടുത്തുന്നതെന്ന് അഭി അന്നേരം ജാനകിയോട് പറഞ്ഞു. ഇനി ചെറിയൊരു ദൂരത്തേക്കല്ല ഞാനില്ലാത്ത നീ പോകാൻ പോകുന്നതെന്നും നിനക്ക് മാത്രം ധൈര്യം ഉണ്ടായാൽ മതിയൊന്നും അഭി ചോദിക്കും കേട്ടോ. എൻ്റെ മനസ്സിന് എന്ത് ധൈര്യം ഉണ്ടാകുമെന്ന് നീ അത് ഓർക്കാത്തതെന്ന് ചോദിക്കുമ്പം അവിടെ ചെന്ന് ഒന്ന് എത്തിയാൽ മതി എൻ്റെ അഭിയേട്ടാ, എൻ്റെ എന്ത് സഹായത്തിനും എൻ്റെ കൂട്ടുകാരിയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ എന്നും ചോദിച്ചു ജാനകി അന്നേരം. പിന്നെ അഭിയേട്ടൻ സമാധാനത്തോടെ ഇരിക്കാതിരുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പം അമ്മ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഞാനും കൂടെ വന്നാൽ എന്താ? അത് പിന്നെ അവിടെ എത്തുമ്പോൾ വൈകുന്നേരം ആകും. നാളെ ശരണാലയത്തിൽ പോകാനായിട്ട് കഴിയൂ. പിന്നെ പൊന്നൂര് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ജാനകി ചോദിച്ചു. അഭിയേട്ടൻ ഇവിടെ ഇല്ലാതെ ഒട്ടും പറ്റില്ല എന്നും പറഞ്ഞു. പിന്നെ സന്തോഷത്തോടെ എന്നോട് പോയി വരാനല്ലേ അഭിയേട്ടൻ ഇപ്പോൾ പറയേണ്ടതെന്നൊക്കെ ജാനകി ചോദിക്കുമ്പം അഭിക്ക് ഭയങ്കര ടെൻഷനായി. അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അഭിയേട്ടനെ ഉറപ്പായും വിളിക്കുമെന്നുള്ള കാര്യവും ജാനകി ഇങ്ങനെ പറഞ്ഞു. പിന്നെ പൊന്നുവിനെയും കൊണ്ട് അഭിയേട്ടൻ അങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു. ഇത് തന്നെയല്ലേ നീ രാത്രി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നേരം ചോദിച്ചു കേട്ടോ അഭി. അപ്പോൾ അഭിയേട്ടൻ്റെ എൻ്റെ അനുഗ്രഹം എനിക്ക് വേണ്ടത് അവിടെ എൻ്റെ അമ്മയുണ്ടാകുമെന്നും അഭിയേട്ടനൊന്ന് പറയാനായിട്ട് ജാനകി അഭിയോട് പറയാം. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും അഭിയേട്ടനൊന്ന് പറയാൻ പറഞ്ഞു. അന്നേരത്തേക്കും ജാനകിയെ കെട്ടിപ്പിടിച്ച് നീ പോകുന്ന കാര്യം ഭംഗിയായി നടക്കും, നിൻ്റെ അമ്മയെ നിനക്ക് കണ്ടെത്താൻ കഴിയുമെന്നും പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അവർ രണ്ടുപേരും കൂടി. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുന്നത്. മുത്തശ്ശി കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ രൂപം കണ്ട് ഞെട്ടിപ്പോയി. ഒരു കറുത്തമാല, ഒരു കുഞ്ഞി മൊട്ട് കമ്മല്, ഇതൊക്കെ കണ്ടപ്പോൾ സഹിക്കുന്നില്ല. ഇത് എന്തോ ഒരു കോലമാണ്, ഇത് ഞാൻ തന്നെയാണോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. അയ്യോ, ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നതൊക്കെ ഇങ്ങനെ തൂത്തൊക്കെ നോക്കുക. എനിക്ക് ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ഞാൻ കരുതിയതാണോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഭയങ്കര കരച്ചിൽ. എടി മഹാഭാവി പ്രഭാവതി, നീ എന്നോട് തന്നെ ഇത് ചെയ്യണമടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെയും നിൻ്റെ മക്കളെയും നന്നായി കാണാൻ ആഗ്രഹിച്ച ഒരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നും അതിനുള്ള ശിക്ഷ നീ എനിക്ക് തന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ സ്വയം പറയുക. കൂട്ടിക്കൊണ്ട് പോകാനേ ഇനി ആരും വരില്ല എന്ന് എനിക്ക് അറിയാമെന്നും ഞാൻ സ്വയം ഇവിടുന്ന് പോവുക വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി തീരുമാനിക്കുക. ഞാൻ അവിടെ വരെ ചെന്ന് കിട്ടിയാൽ മതി, ജാനകിയും അഭി എന്നെ വീട്ടിൽ കയറ്റുമെന്നും പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ നാലുപാട് നോക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് ശരണാലയത്തിൽ നിന്ന് ഒളിച്ചു പോകാൻ നോക്കുന്നതാണ്. അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കണ്ണ് വെട്ടിച്ച് പതുക്കെ ഇങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്ക് ആ ചേച്ചിമാർ കണ്ടു. ഇതേ മേഡം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ചേച്ചിമാർ വിളിക്കുക. സുമംഗലാമേ എങ്ങോട്ടേ പോകുന്നേ എന്ന് ഇവർ ചോദിച്ചു. സുമംഗലാമേ ഇറങ്ങിപ്പോവാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നളിനിയെ ഒക്കെ വിളിച്ചു. അപ്പോഴത്തേക്ക് നളിനി ഓടി വന്നു. ആ നളിനി വരുന്നത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി ഗേറ്റിൻ്റെ അടുക്കൽ വരെ ചെന്നിട്ട് ഗേറ്റ് തുറക്കാൻ നോക്കുക മുത്തശ്ശി. നിങ്ങൾ എങ്ങോട്ടേ പോണേന്ന് ചോദിച്ചുകൊണ്ട് നളിനി പിന്നാലെ ഓടിച്ചു വന്നു. പിന്നെ എല്ലാവരും കൂടെ ഓടി വന്ന് സുമംഗലാമേ നിങ്ങൾ എന്തേ കാണിക്കുന്നേ, വാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുവരുക. അപ്പോൾ പോയേ പറ്റുമെങ്കിലേ ഞാൻ ഗേറ്റ് തുറന്ന് തരാമെന്ന് നളിനി. പിന്നെ എന്തിനാടി എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്, എനിക്കിവിടുന്ന് പോകണമെന്ന് മുത്തശ്ശി. എന്നെ ഇവിടെ പിടിച്ചു വെക്കാമെന്ന് ആരും കരുതണ്ടാന്നൊക്കെ സുമംഗലാമ്മ പറയുമ്പോൾ നിങ്ങളിവിടെ ആരും പിടിച്ചു വച്ചിട്ടില്ല, പോകുന്നെങ്കിലേ മേഡത്തിനോട് ചോദിച്ചിട്ട് മതിയെന്ന് നളിനി അന്നേരം പറഞ്ഞേ. അപ്പോൾ വരാൻ ആരും ഇല്ലെങ്കിലും ഇനി അഥവാ നാളെ നിങ്ങൾ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ തന്നെ ഞങ്ങൾ എന്തു മറുപടി പറയാനാണെന്ന് നളിനി അന്നേരം ചോദിച്ചു. ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പം നിങ്ങളെ ഇവിടെ കൊണ്ട് കളഞ്ഞവരുടെ വീട്ടിലേക്ക് വീണ്ടും ചെല്ലാൻ നിങ്ങൾക്ക് നാണാവില്ലേ എന്നൊക്കെ കൂടെയുള്ള ചേച്ചിമാർ ചോദിക്കും. ഇവർക്ക് എന്ത് നാണോ മാനോ, ആരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നടക്കണമെന്ന് മാത്രമേ ഇവർക്കുള്ളൂ. പഴയതുപോലെ അഭിയും ജാനകിയും വിരട്ടി നിൽക്കാമെന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൽ വെച്ചാൽ ഇവിടുന്ന് ചാടാൻ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ കേട്ടോ. അഭിയും ജാനകിയും ആ വീട്ടിൽ നിന്നും ഏതോ വാടക വീട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം നളിനി പറയുക. അത് കേട്ടപ്പോഴത്തേക്കും വസുന്ധരയൊന്ന് ഞെട്ടി. അപ്പോൾ അളകാപുരിയിലെ ഭരണം ഇപ്പം തമ്പിയും മോളുമാണെന്നും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആദ്യം നിങ്ങളെ അവിടെ നിന്ന് കുടി ഒഴിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നളിനി പറയുക. ഇതൊക്കെ വസുന്ധരാമ ഞെട്ടലോടെ കേട്ട് നിൽക്കുക. നിങ്ങൾ അവിടെ ഉള്ളപ്പോൾ അഭിയും ജാനകിയും ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ എന്തൊക്കെ വേലത്തരങ്ങളാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. അത് അപർണയ്ക്ക് സൗകര്യമാവുകയല്ലേ ചെയ്തത്. അവൾക്ക് ആദ്യം ബുദ്ധി ഉപദേശിച്ച് നിങ്ങളെ തന്നെ അവൾ ആദ്യം പുറത്താക്കിയില്ലേ, പിന്നെ പതുക്കെ അവരെയും പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ പോകണമെന്നുള്ള ആഗ്രഹം അവസാനിച്ചു. ഇന്നത്തെ കാലത്ത് തിരിച്ചടി കയ്യോടെ കിട്ടും. അതെ, കാലത്തിൻ്റെ പോക്കെ അത്രയും വേഗത്തിലായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ്
ഇങ്ങനെ പറയുക നമ്മുടെ നളിനി എല്ലാം മനസ്സിലാക്കി കൊടുക്കുമ്പം സുമംഗലാമ്മ ഇപ്പം കയറി പോകാൻ നോക്ക്, തെരുവിൽ അലയാൻ വിധിക്കപ്പെട്ടവർക്ക് ഇത് തന്നെ കൊട്ടാരോ എന്ന് വിചാരിച്ച് അകത്തേക്ക് കയറി പോകാനൊക്കെ ആ ചേച്ചി പറയുമ്പം ഹന്നമ്മയുടെ ഇവിടെ ഇല്ലാണ്ടായി പോയത് നിങ്ങളുടെ ഭാഗ്യം. ദേ നിങ്ങൾ നോക്കാൻ വേണ്ടി തമ്പി സാറ് പറഞ്ഞ സഹായം പോലും തന്നിട്ടില്ല. മേഡം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളിവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ഈ നളിനി. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞ് തള്ളെ അവിടെ നിന്ന് ഉന്തി തള്ളി അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് നളിനി അകത്തേക്ക് കയറിപ്പോയി. ബാക്കിയുള്ളവർ ആ പുറകെ പോയി. പുള്ളിക്കാരി ഇങ്ങനെ നിന്ന് ആലോചിക്കുക. പിന്നെ ഇനി പോയിട്ടും കാര്യമില്ലല്ലോ, കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണേ. ഇത് കഴിഞ്ഞ് പിന്നെ അബിയെ കാണിക്കുന്നത്. അബി ഇങ്ങനെ ആകെ നിരാശയോടുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് അമൽ അങ്ങോട്ടേക്ക് വന്നു. എന്താ അബിയായിട്ട് ഇവിടെ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജാനിയടുത്ത് പോകുമെന്ന് പറഞ്ഞത് നേരാണോ എന്ന് ചോദിച്ചപ്പം അതേടാ നേരാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. എൻ്റെ തിരക്കിനിടയിൽ വീട്ടിൽ സംഭവിക്കുന്നൊന്നും ഞാൻ അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മയ്ക്ക് മേലെ ജാനകിയുടെ അന്വേഷണത്തിന് വഴിവെച്ചത് പിന്നെ തമ്പിയുടെയും അപർണയുടെയും പരിഹാസങ്ങളാണെന്ന കാര്യം അബി പറയൂ കേട്ടോ. പിന്നെ അത് വെച്ച് നോക്കുമ്പോഴേ ജാനകി മുത്തശ്ശിയിൽ നിന്നും ഇതുവരെ കേട്ടതൊന്നും ഒരു പരിഹാസമേ ആയിരുന്നില്ല എന്ന് അബി പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തത് ഒരു ലക്ഷ്യബോധം ഇല്ലാതെ പോയാൽ ജാനിയടത്തിന് അമ്മയെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണെന്ന് അമൽ അന്നേരം ഇങ്ങനെ ആ ഒരു ടെൻഷനോടെ ചോദിച്ചു. വർഷം 1, 2 അല്ല, ജാനിയടത്തിയുടെ പ്രായത്തോളം ഉണ്ടെന്ന് ഓർക്കണമെന്ന് നമ്മുടെ അമൽ ഇങ്ങനെ പറയുക. എന്തെങ്കിലും സൂചന തരാൻ പോലും ആരും ഇല്ലാണ്ടായി പോയല്ലോ ഏട്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ജാനകിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു പോയാൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയുവേടാ എന്ന് അമലിനോട് ഏട്ടൻ ചോദിക്കുക. ജാനകിയുടെ അമ്മയെ കൊണ്ടുവരുമെന്ന് തമ്പിയുടെ അവഹേളനം സഹിക്കാൻ വയ്യാതെ ഞാനും ഒരു വെല്ലുവിളി നടത്തി. പക്ഷേ അതുകൂടി ആയിക്കഴിഞ്ഞപ്പോൾ ജാനകിയുടെ ആത്മവിശ്വാസം അത് ഇരട്ടിയാവുകയാണ് ചെയ്തത്. അതൊക്കെ കേട്ടപ്പോൾ ഏട്ടാ ജാനിയടുത്തയുടെ അച്ഛനും അമ്മയും ഏത് നാട്ടുകാരാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ അമൽ അന്നേരം പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ അബിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ദൂരെ എവിടെ നിന്നെങ്കിലും ജാനിയടുത്തി ആ ഓർഫനേജിൽ എത്തപ്പെട്ടതാണോ എന്നൊന്നും നമുക്ക് നിശ്ചയമില്ലല്ലോ. അങ്ങനെ ഒരറിവും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ പോകും എന്നിങ്ങനെ അമൽ ചോദിക്കുമ്പോൾ ദേ നമുക്ക് ഏതെങ്കിലും ഓർഫനേജുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തുമ്പ് കിട്ടും എന്നുള്ളൊരിത് ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് തനിച്ചുള്ള ഈ ഒരു അന്വേഷണത്തിന് അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യം അഭി അന്നേരം അമലിനോട് പറയും കേട്ടോ. എനിക്കെന്തോ പേടി തോന്നുകടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇത് പറയുമ്പോൾ എൻ്റെ കയ്യിൽ മോളെ തന്നിട്ട് ജാനകി എന്നിൽ നിന്ന് അകന്നു പോവുകയാണോ എന്ന് എനിക്ക് പേടിയാണെന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോൾ അഭിയേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു അമൽ. അതേടാ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവൾ ഏതോ പഴയ കൂട്ടുകാരിയുടെ വാക്കും കേട്ട് പോയിരിക്കുന്നത് കുട്ടിക്കാനത്തേക്കാണെന്നുള്ള കാര്യമൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു. ഒരുറപ്പുമില്ലാത്ത ഒരു യാത്രയാണെന്നും അവിടെ ഒരു ശരണാലയം ഉണ്ടെന്ന് കൂട്ടുകാരി പറഞ്ഞു വെച്ച അറിവ് വെച്ചിട്ടാണ് അവിടെയുള്ള അനാഥ ജന്മങ്ങളിൽ എൻ്റെ അമ്മ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് അവൾ പോയിരിക്കുന്നതെന്നൊക്കെ അഭി അമലിനോട് പറഞ്ഞു. ദേ ഇന്ന് മടങ്ങിയെത്താനൊന്നും പറ്റില്ല അവൾക്ക്. നാളെ വിളറി ഒരു ചിരിയുമായിട്ട് അവൾ കയറി വരുമെന്നൊക്കെ പറഞ്ഞ് വരവേൽക്കാനായിട്ട് പരിഹാസത്തിന് മൂർച്ച കൂട്ടി അപർണ ഇവിടെ നിൽപ്പുണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക. ദേ എന്നിട്ട് അവൾ എന്നോട് പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റേതെങ്കിലും സ്ഥലത്തുള്ള ഓർഫനേജിൻ്റെ പേരായിരിക്കുമെന്നും അബി ഇങ്ങനെ പറയാം. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ അബി ഇങ്ങനെ പറയുമ്പം ഏട്ടത്തിയുടെ മനസ്സമാധാനം തല്ലിക്കെടുത്താനുള്ള ശ്രമമാണ് അപർണ നടത്തുന്നതെന്ന് ഏട്ടത്തിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അന്നേരം അമൽ പറയുവാണ്. അപർണയുടെ കയ്യിലെ പാവി ആയിരിക്കുകയാണ് ജാനിയടുത്തിയും. ഒരാളെ എവിടെ വേദനിപ്പിക്കാമോ അതൊക്കെ അവൾ ചെയ്യുന്നവളാണ് അപർണ എന്നുള്ള രീതിയിൽ നമ്മുടെ അമൽ പറഞ്ഞു. അമ്മ എന്നുള്ള സെൻറ്റിമെൻസിൽ അച്ഛനും മോളും കയറി പിടിച്ചിരിക്കുന്നത് അവിടെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരിത് അതിൽ കയറിയാണ് അവൾ കളിക്കുന്നതൊക്കെ പറഞ്ഞു അമൽ ഇങ്ങനെ അഭിയോട് എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതുവരെയായിട്ടും ജാനകിക്ക് യാതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അമലിനോട് അഭി അന്നേരം പറഞ്ഞു. സ്വന്തം ജീവിതം ഹോമിച്ച് കളയാൻ വിഡ്ഢി പെണ്ണൊന്നുമല്ല ജാനകി. ഇത് അവൾക്ക് ജീവിതം വെച്ചിട്ടുള്ള ഗെയിമാണെന്നുള്ള കാര്യങ്ങളും അഭി ഇങ്ങനെ പറയുക. അവൾക്ക് ഇത് ജയിച്ചേ തീരൂ, അവൾ ജയിക്കണം, എൻ്റെ വാശിയാണെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറഞ്ഞു. ഇതുവരെ പറഞ്ഞ ഏട്ടനാണോ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അന്നേരം ഇത് കേട്ട അമൽ ചോദിച്ചു. എടാ എൻ്റെ മനസ്സൊന്ന് പാളിപ്പോയതാടാന്ന് അമലിനോട് അന്നേരം ഏട്ടൻ പറഞ്ഞു. അവളുടെ കൂടെ എന്തിനും ഞാനുണ്ടാകും ഏടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഏട്ടാ, ഇനി ഞാനും ഉണ്ട് ഏട്ടാ എന്ന് അമൽ പറഞ്ഞു. ജാനിയടുത്തി അങ്ങനെ ഒരു വഴിക്ക് വിടാനേ എനിക്ക് കഴിയില്ല എന്ന് നമ്മുടെ അമൽ പറഞ്ഞു. അങ്ങനെ ഇവരൊറ്റക്കെട്ടാവുകയാണ് അപർണയ്ക്കെതിരെ. ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നീ അപർണയായിട്ട് ഒരു വഴക്കിനൊന്നും പോകരുത് കേട്ടോ എന്ന് നേരം പറഞ്ഞു. നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല, പറഞ്ഞത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ അമലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അഭി പറഞ്ഞു വിടുന്നത്. അമൽ നേരെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അപർണ വന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു, നിന്നെ കാണാതായപ്പോൾ ഞാൻ കരുതി ഏട്ടനെ മുഖം കാണിക്കാൻ ഓടിയതായിരിക്കും എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അമൽ
നിനക്കിതൊക്കെ പുതുമയുള്ള കാര്യങ്ങളായിട്ട് തോന്നും. സഹോദര ബന്ധങ്ങളുടെ വില എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അമൽ അന്നേരം. അയ്യോ, ഇങ്ങനെയുള്ള അടിമപ്പെട്ട ബന്ധങ്ങളൊന്നും എനിക്ക് വേണ്ടായേ എന്ന് അപർണ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളായി ജീവിക്കുന്നവരുടെ അനുഭവം ഇതൊക്കെ തന്നെ ആടിയെന്ന് നേരം അമൽ പറഞ്ഞു. മറ്റുള്ളവരുടെ ബന്ധം അംഗീകരിക്കാനേ ആവത്തില്ല, സ്വയം ചുരുങ്ങുകയല്ലേ. അപ്പോഴേക്കും അവൾക്കത് കൊണ്ടു. എത്രമാത്രം മനുഷ്യർ സ്വയം ചുരുങ്ങുന്നുവോ അത്രമാത്രം സ്വാർത്ഥരായി തീരുമെന്നുള്ള കാര്യങ്ങളും അമലിങ്ങനെ അപർണയോട് പറഞ്ഞു. എന്തിന് നിന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിനക്കൊരു കൂടപ്പുറപ്പുണ്ടായിരുന്നെങ്കിലേ നിന്റെ മനസ്സിലും കുറച്ചൊക്കെ വെളിച്ചം ഉണ്ടായേനെ എന്നൊക്കെ അങ്ങനെ നമ്മുടെ അമൽ പറഞ്ഞപ്പം, ഓ, നിന്റെ കൂടപ്പറപ്പുകളെ പോലെ ആരുണ്ടായിട്ടും കാര്യമില്ലെന്ന് അപർണ. ചിന്തിക്കാനുള്ള ബോധം വേണ്ടേ? നീ ഉപദേശം തേടി നടക്കുന്ന നിന്റെ അഭിയേട്ടൻ ഒന്നാം തരം ഭൂലോക വിഡ്ഢിയ. അത് നിനക്കറിയാവോ? 25 വർഷം മുൻപ് പ്രസവിച്ച് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഭാര്യയുടെ അമ്മയെ തേടിയല്ലേ ഇപ്പോഴത്തെ അലച്ചിലെന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഒരു സൂചനയും കിട്ടാതെ ഈ ലോകത്ത് എവിടെ ചെന്ന് അമ്മയെ കണ്ടെത്തുമെന്ന് ചോദിച്ചു. പ്രസവിച്ച അമ്മയുടെ പേര് പോലും അറിയാൻ പാടില്ല, അവരുടെ നാടും വീടും എന്തിന് ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് പോലും അറിയത്തില്ല. ജാനകിക്കാണെങ്കിലേ ജന്മം നൽകിയ അച്ഛനെ പറ്റി ഒരു വിവരവും ഇല്ല. എന്നിട്ടും അമ്മയെ തേടി ഇറങ്ങിയിരിക്കുന്നു. പമ്പര വിഡ്ഢികളെന്നും പറഞ്ഞ് അപർണ ഇങ്ങനെ സ്വയം അഹങ്കരിച്ചുകൊണ്ടിരിക്കുക. ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ അമൽ. ഞാൻ ജാനകിയോട് പറഞ്ഞതാണ്, നീ തേടുന്ന അമ്മ മറ്റൊരാളുടെ മക്കളെ പ്രസവിച്ച് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന്. ഏട്ടത്തിയുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുത്തത് നീ തന്നെയാണെന്ന് നേരം അമൽ പറഞ്ഞു. എന്നിട്ട് ആ പാവത്തിൻ്റെ അവസ്ഥയെ ഓർത്ത് ആഹ്ലാദിക്കുക നീയല്ലേ എന്നു ചോദിച്ചു. ആരെയും എങ്ങനെയും ഒക്കെ പരിഹസിക്കാം അപർണെ, പക്ഷേ പരിഹാസം ജന്മം കൊടുത്തവരുടെ നേരെ ആകരുതെന്ന് അമൽ പറഞ്ഞു. അതിനെന്തെങ്കിലും ഒരു തിരിച്ചടി നിനക്ക് ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞു. എന്ത് തിരിച്ചടിയാ എനിക്കുണ്ടാകാൻ പോകുന്നതെന്നും എനിക്ക് ജന്മം തന്നവര് എൻ്റേതല്ലാതാകുമോ എന്ന് അപർണ ചോദിച്ചു. നാളെ അപർണ വളർത്തുമകളായി തീരുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ അപർണ ചോദിച്ചു. തമ്പിയുടെ മോള് തന്നെയാ അപർണ, അത് തന്നെയാ എൻ്റെ ഭാഗ്യവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തലയാട്ടുക. എന്നോട് മത്സരിച്ച് ജയിക്കാനാ ഓർഫണേജുകൾ കയറി ഇറങ്ങി ജാനകി അമ്മയെ തേടുന്നത്. അമ്മയെ കണ്ടെത്തിയാൽ പിന്നെ അച്ഛനെ തിരിച്ചറിയാനാണോ പ്രയാസം? അങ്ങനെ അനാഥയ്ക്ക് അച്ഛനുമായി അമ്മയുമായി. ചിരിക്കണോ സഹതപിക്കണോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. ഭാര്യയ്ക്കൊപ്പം തുള്ളാൻ ഒരു ഭർത്താവും. അയ്യോ, അല്ല അനിയനും കൂടി ഏട്ടത്തി അമ്മയുടെ അമ്മയെ തേടി ഇറങ്ങാമായിരുന്നില്ലേ എന്നിങ്ങനെ ഒരു പുച്ഛഭാവത്തോടെ ചോദിക്കുമ്പോൾ വേണ്ടി വന്നാൽ ഞാനും അതിനങ്ങ് തയ്യാറാകുകടി എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. മണ്ടനാണെന്ന് തെളിയിക്കാനല്ലേ നീ എന്നും ശ്രമിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പരിഹാസവും പുച്ഛവും തന്നെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഒരു സ്ത്രീ എവിടെന്നെങ്കിലും ജാനകി വേഷം കെട്ടിച്ച് കൊണ്ടുവരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് നമ്മുടെ അപർണ. ഈ യാത്ര അതിലേ ചെന്ന് നിൽക്കൂ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. നീ ഇപ്പോഴേ കരുതിയിരുന്നു അത് അഭിയുടെയും ജാനകിയുടെയും നാശത്തിന് തന്നെ കാരണമായി തീരുമെന്നും പറഞ്ഞുകൊണ്ട് അപർണ വലിയ ഡയലോഗ് ഇറക്കിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇതേസമയം നമ്മുടെ ജാനകി എത്രയും ദൂരം വണ്ടി ഓടിച്ച് വരിക. ജാനകി വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നു. ജാനകിയുടെ പിന്നിൽ ഒരാൾ വണ്ടി ഓടിച്ച് ജാനകിയുടെ കൂടെ തന്നെ പോകുന്നു. അപ്പോൾ ഞാൻ 2 വണ്ടികൾ ഇങ്ങനെ മുന്നേ പിറകെയായിട്ട് പോവുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അബിയും കുഞ്ഞും കൂടെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ മിണ്ടുന്നു പോലും ഇല്ല, ആരോടും ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ജാനകിയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അബി. അപ്പോൾ ഫോൺ എടുക്കുന്നുമില്ല. പിന്നെ വണ്ടി ഓടിച്ച് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി വണ്ടി നിർത്തിയിട്ട് ഫോണിൽ ഇങ്ങനെ കോൾ വന്നപ്പോൾ അതെടുത്ത് സംസാരിക്കുവാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ഇന്ന സ്ഥലം കഴിഞ്ഞു, ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നതേ ഇനി 1 കിലോമീറ്റർ കൂടി ഉള്ളൂ എന്നാണെന്ന് ഇങ്ങനെ നമ്മുടെ ജാനകി പറയുമ്പം അച്ഛൻ ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഫോണൊന്ന് താ അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ജാനകിയോട് സംസാരിക്കുക കൊച്ച്. അമ്മയെ പൊന്നുവാന്ന് പറഞ്ഞു. പിന്നെ മോളെ അമ്മ പറഞ്ഞതല്ല എൻ്റെ മോൾക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു ജാനകി. അമ്മ ഇന്ന് വരില്ല അല്ലേ? അപ്പോൾ ജാനകിക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ പോലെ. അങ്ങനെ നിൻ്റെ അച്ഛൻ പറഞ്ഞോ? അമ്മ കൂട്ടുകാരിയെ കണ്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു വരില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എവിടെയാ അമ്മേ കൂട്ടുകാരിയുടെ വീട്? അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജാനകിയും കൊച്ചും കൂടെ സംസാരിക്കും. അങ്ങനെ അത് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ജാനകി വണ്ടി എടുക്കുന്നു. ജാനകിയുടെ പിന്നാലെ പോകുന്ന ആളും ജാനകിക്കൊപ്പം തന്നെ വണ്ടി എടുത്ത് പോകുന്നു. അങ്ങനെ പറഞ്ഞു തീർന്നില്ല, ജാനകി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ ആ ഒരു ബ്രഹ്മാനന്ദാശ്രമം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് നമ്മുടെ ജാനകി എത്തി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ജാനകിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു സ്വാമിനി അമ്മയാണിത്. അപ്പോൾ ആ സ്വാമിനി അമ്മയുടെ അടുത്തേക്ക് ജാനകി ചെല്ലുന്നത്. ആരാ, എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ.
അപ്പോൾ ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നതെന്നും എനിക്ക് സ്വാമിജി ഒന്ന് കാണണമെന്നും ജാനകി പറയും. അപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള സമയമായി വരികയാണെന്നും പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പം ഞാൻ അതുവരെ കാത്തു നിന്നോളാമെന്ന് പറഞ്ഞു ജാനകി. അദ്ദേഹത്തെ കാണാതെ എനിക്ക് പോകാനാവില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് വരുന്നവരൊക്കെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് സ്വാമിക്ക് നിർബന്ധമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജാനകി അതും സമ്മതിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഈ സ്വാമി അതിലെ വരുന്നത്. അതായത് അവിടുത്തെ ആ ഒരു സ്വാമി അതുവഴി നടന്നു വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ സ്വാമി നമ്മുടെ ജാനകിയെ കണ്ടു. ജാനകിയെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ വരുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എന്താണ് ജാനകിയെ കാത്തിരിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസത്തെ എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.